ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ബാഗിൽ നിന്ന് പെണ്ണെടുത്താണ് എടുക്കാൻ പോകണമെന്ന് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ. പരീക്ഷയ്ക്ക് പോവാണ് മക്കളെ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലും മദ്രസിലും പോകുമ്പോഴല്ലേ ഇനി പരീക്ഷ ഉണ്ടായിരുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബേജാറായില്ല. ഇപ്പോഴും ഇതൊക്കെ നമ്മൾ അയൽക്കൂട്ടത്തിലും പരീക്ഷ ഉണ്ടായാലും പിന്നെ ഏതായാലും മക്കളെ പോയി നോക്കട്ടെ, കിട്ടുന്നതൊക്കെ എഴുതി അങ്ങോട്ട് പോരും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയേക്കാണ് കേട്ടോ. പരീക്ഷയ്ക്കിപ്പം എന്തൊക്കെ ചോദ്യങ്ങളാണ് വരിക, ഉത്തരങ്ങൾ എന്തൊക്കെ എഴുതാന്നിപ്പം നമുക്കിപ്പോൾ അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ആ ചോദ്യപേപ്പർ കിട്ടിയിട്ടേ നമുക്ക് അത് എഴുതാൻ കഴിയുള്ളൂ. ഏതായാലും മക്കളെ പെണ്ണും പിടിച്ച് അങ്ങോട്ട് പോയി നോക്കട്ടെ, കിട്ടുന്നതൊക്കെ എഴുതിയിട്ട് അങ്ങോട്ട് പോരും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. നമ്മളെ പെരേന്നാണ് പോന്നിട്ട് ഈ റോട്ടുമ്മ കൂടെ കുത്തനെ കീഴ്പ്പെട്ടാണ് നടന്നിട്ട് ഒരു മദ്രസ് വെച്ചിട്ടാണ് കേട്ടോ ഈ മീറ്റിങ്ങും ഈ പരീക്ഷയൊക്കെ നടക്കുന്നത്. ഏതായാലും നമ്മളെ പെരേന്ന് ഇങ്ങോട്ട് ഒരു 500 മീറ്ററോളം നടക്കാനൊക്കെ ഉണ്ടാകും. ഞങ്ങൾ 5-6 പെണ്ണുങ്ങൾ കൂട്ടം കൂടി ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഓരോരുത്തർ ചോദിച്ചാൽ എടുക്കാൻ പോണേ, എന്താ പോണേ, എന്തിനാ പോണെന്നൊക്കെ ചോദിച്ചുമ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞാണതാ ഞങ്ങളിങ്ങനെ നമ്മളെ നാട്ടിലെ പ്രകൃതി രമണീയമായ സ്ഥലത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ കവുങ്ങുന്തോട്ടും തെങ്ങുന്തോട്ടും വായത്തോട്ടും ഒക്കെ ആയിട്ട് അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും പാടും നടുക്കൂടെ റോഡും. പിന്നെ അവിടെ നിന്ന് പരീക്ഷ മാത്രമല്ല കേട്ടോ, വേറൊരു മീറ്റിംഗ് കൂടിയുണ്ട്. 10ാം ക്ലാസ് പാസ്സായത് മുതൽ 45 വയസ്സ് വരെയുള്ള ഏത് സ്ത്രീകൾക്കും PSC എഴുതാതെ തൊഴിൽ നേടിക്കൊടുക്കുക, ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ കേട്ടോ. അതിനെപ്പറ്റിയുള്ളൊരു ക്ലാസ്സും കൂടി അവിടെ നടക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾ ചെന്നിട്ട് ആ ക്ലാസ്സാണെന്നാണ് പറഞ്ഞത്, പിന്നെയാണ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ 500 മീറ്ററോളം നടന്ന് നമ്മളെ പരീക്ഷകളിൽ അങ്ങോട്ട് എത്തിക്കിട്ടിയിരുന്നു കേട്ടോ മക്കളെ. നടന്ന് കൊഴിഞ്ഞിക്കണം മക്കളെ. ഇനി കുറച്ച് നേരം ഒന്ന് കുത്തിർക്കട്ടെ, എന്നിട്ട് വേണം ക്ലാസ്സൊക്കെ ഒന്ന് അങ്ങോട്ട് കേൾക്കാൻ. അങ്ങനെ പരീക്ഷകളിലെത്തി കുറച്ച് നേരം ഒന്നാണ് കുത്തിർന്നപ്പോൾ നമ്മളെ ക്ലാസ് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ടാണല്ലോ പരീക്ഷ. ആ സർവേന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും 7000 സംതിങ് ആൾക്കാർ എന്തുണ്ട് തൊഴിലില്ലാത്തവരായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഓരോ ആൾക്കാർ ഇവരൊക്കെ അനുസരിച്ച് ഓരോ ആൾക്കാരും നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ എന്താണ് അവരെന്നുണ്ടെങ്കിൽ അവർ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് PSC മാത്രം ലക്ഷ്യം വെച്ചുകൊടുക്കുകയാണ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി വരെയൊക്കെ എത്തിയിട്ട് നമ്മൾ PSC മാത്രം ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മളെ യോഗ്യത കഴിഞ്ഞ്, അതായത് ഏജ് ഓവറായില്ലേ. ഇപ്പോൾ SC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റഗറി വെച്ചായിട്ട് ഒരു 3 വർഷം കൂടി നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് PSC എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഭാഗ്യമാണ് അല്ലേ. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ മക്കളുണ്ടാവും, PSC എഴുതുന്നവരുണ്ടാവും, ജോലി അന്വേഷിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് PSC എന്ന് പറയുന്നത് ഭാഗ്യമാണ്. ആ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് ജോലിക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഭാവി ആ വീടുകളിൽ ഒതുങ്ങി കൂടുകയാണ്. പിന്നെ ആൺകുട്ടികളെ സംബന്ധിച്ചാകുമ്പോൾ എന്താണ് വലിയ കൂലിപ്പണിക്ക് പോവുക, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടത്തിന് പോയായിട്ട് അങ്ങനെ ഓരോ ഭാവി പോവുകയാണ്. അപ്പം എന്താ വെച്ചാൽ ഇനി ഒരു തലമുറ എന്താണ് ജോലി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവരുത് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് KKM എന്ന് പറഞ്ഞ പദ്ധതി. അതായത് നമ്മുടെ PSC സൈറ്റ് ഇല്ലേ, അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അതേ സൈറ്റ് തന്നെയാണ് എന്ത് കേരള നോളേജ് എക്കണോമിഷൻ പറഞ്ഞ ഒരു KKM പറഞ്ഞ പദ്ധതി. അത് ഒന്ന് ഗവൺമെൻറ് PSC ഒക്കെ പരീക്ഷയ്ക്ക് എഴുതി കിട്ടുന്ന ഒരു സൈറ്റാണ് എന്ത് പരീക്ഷയ്ക്ക് എഴുതി കിട്ടുന്ന ഗവൺമെൻറ് സൈറ്റാണ് എന്ത് PSC. പക്ഷേ ഇതെന്താണ്, ഇതിന് പരീക്ഷയൊന്നും വേണ്ട, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്. അതായത് ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ അവരെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു ജോലി, അതായത് നമ്മൾ ഉയർന്ന ജോബിൽ ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോബ് ഇവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ KKM പറഞ്ഞ ഈ പദ്ധതിയിലൂടെ ഗവൺമെൻറ് കൊണ്ടുവന്നത്. അപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അങ്ങനെ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ കേട്ടോ. പരീക്ഷേൻ്റെ ചോദ്യപേപ്പർ കണ്ടില്ലകൾ ADS ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന് തരുന്നത്. ആ ക്ലാസ് മൊത്തം ആൾക്കാരാണ് കേട്ടോ, എല്ലാവർക്കും കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ. സ്കൂളും മദ്രസിലും പോകണമെന്ന് പരീക്ഷ കാണുന്ന സമയത്ത് വല്ലാത്തൊരു ബേജാറേക്കാറില്ല. പരീക്ഷേൻ്റെ തലേന്നും പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തൊക്കെ പരീക്ഷയ്ക്ക് ഇനിയിപ്പോൾ പഠിച്ചാലും പഠിച്ചത് വരൂലേ എന്നൊക്കെയുള്ള ഒരു ബേജാറേക്കാരം. ഇപ്പോൾ പഠിച്ചില്ലെങ്കിലും വല്ലാത്തൊരു ബേജാറൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചോദ്യപേപ്പറൊക്കെ ഞങ്ങളുടെ കയ്യിലൊക്കെ കിട്ടി. ഞങ്ങളിതൊക്കെ അങ്ങനെ വായിച്ച് നോക്കാൻ കേട്ടോ. അയൽക്കൂട്ടത്തിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, കണക്കുകളും അങ്ങനെയൊക്കെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ വന്നത്. എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളടുത്തുള്ള കുത്തിർക്കണവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓരോന്നിങ്ങനെ ഞങ്ങളിങ്ങനെ എഴുതിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും വല്ലാത്തൊരു അനുഭവം. ഇതൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് പരീക്ഷ എഴുതിയതിന് അന്നത്തെ കാലത്ത് ഓർമ്മകളിലൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കട്ടെ. ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്രസയിലും സ്കൂളിലും പോണ സമയത്ത് ഉസ്താദുമാരും മാഷന്മാരൊക്കെ പഠിപ്പിച്ച് തരാതെ നമ്മൾ ബുക്കിൽ എഴുതുക നോട്ടിൽ എഴുതുക ബുക്ക് പോയാണ്ട് പെരയിൽ പോയി പഠിച്ചാൽ പിന്നെ പരീക്ഷ ആകുമ്പോൾ അത് പഠിച്ചിട്ട് അത് പോയാണ്ട് ഒറ്റക്ക് കുത്തർന്ന് എഴുതുക. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ADSനോട് ചോദിച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരോടൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ അങ്ങോട്ട് എഴുതാം. അതല്ല മക്കളെ, വല്ലാത്ത രസം. ചില ആൾക്കാരൊന്നും പെണ്ണ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പെരേന്ന് അങ്ങോട്ട് പോന്നപ്പോൾ കുട്ടികൾ ഇപ്പം ഇനി വൈത്തല കൂടുമെന്ന് വിചാരിച്ചാണ്ടേ പെണ്ണൊക്കെ എടുക്കാൻ മറന്നാണ് പോകുന്നവരാണ് കേട്ടോ ചില ആൾക്കാരൊക്കെ. പരീക്ഷ പേപ്പറാണ് കജ്ജിൽ കിട്ടിയപ്പോഴാണ് ഓരോരുത്തർ എഴുതി തുടങ്ങിയപ്പോഴാണ് ആ ചേട്ടാ പെണ്ണ് കൊടുത്തിട്ടില്ലല്ലോ എന്ന് മനസ്സിലായത്. അപ്പോൾ ഓരോരുത്തരോട് നിങ്ങളെ പെണ്ണുരോ എൻ്റെ പെണ്ണുരോ എൻ്റെ പെണ്ണുരോ ചോദിച്ചാണ്ടൊക്കെ അങ്ങനെ ചോദിച്ച് വാങ്ങി എഴുതുകയാണ് കേട്ടോ. അതൊക്കെ വല്ലാത്ത രസം കേട്ടോ. പണ്ട് സ്കൂൾക്ക് പോകണമെന്നും ഇതേപോലെയൊക്കെ തരും. ചിലപ്പോൾ പെണ്ണുണ്ടാവില്ല, പെൻസിലുണ്ടാവില്ല. അങ്ങനെ ഏതായാലും അറിയാത്തതും സംശയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് പെണ്ണ് കൊണ്ടുവരാൻ മറന്നവർക്കൊക്കെ പെണ്ണൊക്കെ കൊടുത്തിട്ട് എല്ലാവരും പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ആ ചായയും ബിസ്ക്കറ്റും ഇവിടെ ബെഞ്ചുമേലും കൂടെ എത്തിയിരുന്നു കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് വെച്ച ചായയും ബിസ്ക്കറ്റൊക്കെ എല്ലാവരും കുടിച്ച് കഴിഞ്ഞ് ഇവരിതാ പരീക്ഷ പേപ്പർ ഒന്നും കൂടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരും ശരിയാണോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ റെഡി ആക്കിയാണ് പിന്നെ ഇതാ പരീക്ഷ പേപ്പർ നമ്മൾ ADSൻ്റെ കയ്യിൽ അങ്ങനെ ഏൽപ്പിച്ചാണ് കേട്ടോ. ഇനി അതോട് പഞ്ചായത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ മക്കളെ ഒരു 5 മണിയൊക്കെ ആയപ്പോത്തിന് നടന്ന് നമ്മളെ പെരയിൽ അങ്ങോട്ട് എത്തി കിട്ടിയിട്ട് കേട്ടോ. നമ്മളെ പെരയൊക്കെ എത്തിയപ്പോത്തിന് കുട്ടികളൊക്കെ സ്കൂളിട്ട് പിന്നെ ഇതാ നമ്മൾ അയലോക്കത്തു നിന്ന് അജ്ജിന് പോയോലൊക്കെ വന്നാണിതാ നമുക്ക് കാരക്കും സംസം വെള്ളം മുട്ടായൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നതും ചെയ്തിന്. ഇതേപോലെ ഞമ്മക്കും അജ്ജിനും ഉംറക്കൊക്കെ പോയാണ്ട് ഓൽക്കും ഇതേപോലെ കൊടുക്കാനുള്ള വിധി പഠിച്ചോൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കലേ. ആമീൻ. ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.